നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാദിക്കാനാകാതെ രാഹുൽ ഈശ്വർ. കോടതി വിധി വന്നതോടുകൂടി ദിലീപിനെ തോളിലേറ്റി എതിർവരിയിൽ ഒരു കൂട്ടർ. 8 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ സത്യം ജയിച്ചു. ദിലീപിനെ പിന്തുണച്ച നടി റോഷ്ന. 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള വിധി എല്ലാം മാറ്റിമറിച്ചു. അതിജീവിതയ്ക്ക് പിന്തുണയോടൊപ്പം ദിലീപിനെ പിന്തുണച്ച നിരവധി പേർ രംഗത്തെത്തി. ദിലീപിനായി കത്തിക്കയറേണ്ട രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലിലും. അതൊഴികെ മറ്റെല്ലാവരും രംഗത്തെത്തി. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായിരുന്ന നടൻ ദിലീപിനെ കോടതി കുറ്റമുക്തനാക്കിയ വിധിയിൽ പ്രതികരണവുമായി നടി റോഷ്ന ആൻഡ്രോയ്. എല്ലായ്പ്പോഴും അവനൊപ്പം കുറ്റം ചെയ്തവർ മാത്രം ശിക്ഷിക്കപ്പെടണം, റോഷ്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി കുറിച്ചു. 8 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ ഇന്ന് സത്യം ജയിച്ചു. സത്യത്തിന്റെ ശബ്ദം എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കും. ഇന്ന് അത് തെളിഞ്ഞിരിക്കുന്നു. റോഷ്നയുടെ വാക്കുകളാണ്. അതിജീവിതയെ ഓടുന്ന കാറിൽ ആക്രമിച്ച സംഭവത്തിൽ 8 വർഷത്തിന് ശേഷമാണ് വിധി വന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസിന്റെ വിധിന്യായത്തിൽ കേസിലെ 1 മുതൽ 6 വരെ പ്രതികളായ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ആർ മണികണ്ഠൻ, VP വിജേഷ്, എച്ച് സലീം, പ്രദീപ് എന്നിവർ കുറ്റക്കാരാണെന്നും അവർക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞെന്നും വ്യക്തമാക്കി. ഇവരുടെ ശിക്ഷാവിധി ഡിസംബർ 12-ന് പ്രഖ്യാപിക്കും. അതേസമയം നടിമാരായ റിമ കലീങ്കൽ, രമ്യ നമ്പീശൻ, പാർവതി തിരുപോത്ത് തുടങ്ങിയവർ അതിജീവിതയ്ക്ക് പിന്തുണയുമായി എത്തി. തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ അതിജീവിതയ്ക്കൊപ്പം നിലകൊള്ളണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ പാർവതി ഇതാണോ നീതി എന്ന ചോദ്യം ഉയർത്തി. അവൾക്കൊപ്പം എന്നെന്നും എന്ന കുറിപ്പും പാർവതി പങ്കുവച്ചിട്ടുണ്ട്. അവൾ പോരാടിയത് അവൾക്കു വേണ്ടി മാത്രമല്ല, കേരളത്തിലെ ഓരോ സ്ത്രീകൾക്കും വേണ്ടിയാണ്. അവരുടെ പോരാട്ടത്തിലൂടെ കേരള സമൂഹത്തിൽ സ്ത്രീകൾ നിലകൊള്ളുന്നതിലും പോരാട്ടത്തിലും സംസാരിക്കുന്നതിലും ആക്രമണങ്ങളോട് പ്രതികരിക്കുന്നതിലും എല്ലാം മാറ്റം വന്നു. പാർവതി തിരുവോത്തിന്റെ വാക്കുകളാണ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ട വിധിയെ സ്വാഗതം ചെയ്ത നടി വീണ നായർ. ദിലീപിന് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് പുഞ്ചിരിക്കാൻ കഴിയുന്ന ദിവസമാണിതെന്ന് വീണ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. മോശമായ വാക്കുകളും മാധ്യമ വിചാരണകൾ നേരിടേണ്ടി വന്ന ഇരയാണ് ദിലീപെന്നും വീണ അഭിപ്രായപ്പെട്ടു. സത്യം കേൾക്കപ്പെട്ടതിൽ താനും സന്തോഷിക്കുന്നുവെന്നും താരം കുറിച്ചു. വീണ നായർ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം നോക്കാം. ഒരു മാറ്റവുമില്ലാതെ പറയട്ടെ, ഞാനും ഇരയ്ക്കൊപ്പമാണ്. പീഡിപ്പിക്കപ്പെടുന്ന ഓരോ ഇരയ്ക്കൊപ്പവും. തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടുമ്പോൾ തെറ്റ് ചെയ്യാത്തവർക്ക് നീതി കിട്ടണ്ടേ? വിജയം നേടിയ ദിവസമല്ല, സമാധാനത്തിന്റെ ദിവസമാണെന്ന്. ഒരു മനുഷ്യൻ സമാധാനത്തോടുകൂടി ശ്വാസം എടുക്കുന്ന ദിനം. പ്രാർത്ഥിച്ചവർക്കെല്ലാം പുഞ്ചിരിക്കാൻ കഴിയുന്ന ദിനം. അയാൾ ഒരു നടനായതുകൊണ്ടല്ല, പ്രശസ്തനായതുകൊണ്ടുമല്ല, ഒരു മനുഷ്യനായി തന്റെ സത്യം കേൾക്കപ്പെട്ടതിൽ ഞാനും സന്തോഷിക്കുന്നു. കാരണം അയാളും ഒരു ഇരയാണ്. മോശമായ വാക്കുകളും മാധ്യമ വിചാരണ വിധികളും ആരോപണങ്ങളും അയാൾ കേട്ടു. ജീവിതത്തിൽ ഇരുട്ടിൽ നിന്നപ്പോഴും അയാൾ പുഞ്ചിരിച്ചു. കുടുംബത്തെയും സുഹൃത്തുക്കളെയും സംരക്ഷിച്ചു. വീണ്ടും സിനിമകൾ ചെയ്തും നമ്മളെ സന്തോഷിപ്പിച്ചു. പരാജയങ്ങൾ വീണ്ടും വീണ്ടും സംഭവിക്കുമ്പോഴും കരിയർ അവസാനിച്ചെന്ന് എല്ലാവരും വിധി എഴുതിയപ്പോഴും അയാളും അതിജീവിച്ചു. നിയമത്തെ അങ്ങേയറ്റം ആദരിച്ചു, വിശ്വസിച്ചു. അത് വലിയ ധൈര്യമാണ്. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിളിച്ചു പറയാൻ കൂടിയായിരുന്നു ഇത്. ഇന്ന് കോടതിയിൽ അത് ബോധ്യമാകുമ്പോൾ ഞാൻ ആ പ്രക്രിയയിലും ന്യായത്തിലും വിശ്വസിക്കുന്നു. കാരണം സത്യം ഉയർന്നാൽ ഒരു ഇരുട്ടിനും അതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. നടിയെ ആക്രമിച്ച കേസിൽ 8 വർഷത്തിന് ശേഷമാണ് തിങ്കളാഴ്ച വിധി വന്നത്. ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കുറ്റം തെളിഞ്ഞില്ല എന്ന് കണ്ടെത്തിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ താരത്തെ കുറ്റമുക്തനാക്കിയത്. കേസിൽ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെന്നും അവർക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞുവെന്നും ജഡ്ജി ഹണിയം വർഗീസ് വിധിന്യായത്തിൽ പറയുന്നു. കേസിൽ 8ാം പ്രതിയാണ് ദിലീപ്. കുറ്റക്കാർക്കുള്ള ശിക്ഷാവിധി 12-ന് ഉണ്ടാകും. ബലാത്സംഗം, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ തുടങ്ങി കുറ്റങ്ങളാണ് ചുമത്തിയത്. നടിയെ ആക്രമിച്ച കേസിൽ കോടതിയുടെ നിലപാടാണ് ശരിയെന്ന് വിശ്വസിക്കുന്നുവെന്ന് നടനും സംവിധായകനുമായ രൺജി പണിക്കർ. വിഷയത്തിൽ മേൽക്കോടതി മറ്റ് നിലപാടുകൾ സ്വീകരിച്ചാൽ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നും രൺജി പണിക്കർ പറഞ്ഞു. വിഷയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് രൺജി പണിക്കരുടെ നിലപാട്. ഏത് കേസിലും വിധി വരുമ്പോൾ പ്രതീക്ഷിക്കുന്നത് കിട്ടാത്തവർക്ക് പ്രതിഷേധവും ആക്ഷേപവും ഉണ്ടാകും. WCCയുടെ പ്രതിഷേധം സ്വാഭാവികമാണ്. ഗൂഢാലോചന തനിക്കെതിരെ നടന്നു എന്ന് ദിലീപും പറയുന്നുണ്ട്. ഗൂഢാലോചന വ്യക്തമാക്കേണ്ടത് അവരാണ്, ഞാനല്ല. ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. അതിലും വലിയ വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുമില്ല. ഞാൻ ഈ കേസിൽ കോടതിയുടെ നിലപാടാണ് ശരി എന്ന് വിശ്വസിക്കുന്നയാളാണ്. ഇനി മേൽക്കോടതി ഇത് സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. അല്ലാതെ ഞാനിത് മുഴുവൻ ഇഴകേറി പരിശോധിച്ചയാളല്ല. അതുകൊണ്ട് കോടതി പറയുന്നതിനോടാണ് എനിക്ക് വിശ്വാസ്യത. ദിലീപ് വേട്ടയാടപ്പെട്ടു എന്ന അയാളുടെ വികാരം
ഞാൻ ഇതിൽ കാഴ്ചക്കാരൻ മാത്രമാണ്, ഏതെങ്കിലും പക്ഷത്തുള്ള ആളല്ല. ദിലീപ് കുറ്റവാളിയല്ല എന്ന് കോടതി പറയുമ്പോൾ അയാൾ കുറ്റവാളിയാകാതെ ശിക്ഷിക്കപ്പെട്ടു എന്നൊരു വികാരം അയാളിൽ ഉണ്ടായതിൽ എന്താണ് തെറ്റ്? കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ദിലീപിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഗൂഢാലോചന നടത്തി എന്നാണ് അയാൾ പറയുന്നത്. നമ്മുടെ രാജ്യത്ത് പോലീസ് ഉദ്യോഗസ്ഥർ തെളിവുകൾ ഉണ്ടാക്കിയ കേസുകൾ ഉണ്ടായിട്ടില്ലേ? എനിക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കിയെന്ന് ഒരാൾ പറയുമ്പോൾ ഞാനല്ലല്ലോ അത് പരിശോധിക്കേണ്ടത്, രഞ്ജി പണിക്കർ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ 8 വർഷത്തിന് ശേഷം തിങ്കളാഴ്ച വിധി വരുമ്പോൾ ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കുറ്റം തെളിഞ്ഞില്ല എന്ന് കണ്ടെത്തി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിടുകയായിരുന്നു. ബലാത്സംഗം, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടതിനെ തുടർന്ന് സംഘടനയിലേക്ക് താരത്തെ തിരിച്ചെടുക്കാനുള്ള നീക്കം തിടുക്കത്തിൽ നടത്തിയിരുന്നു. ഇത്തരം നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഭാഗ്യലക്ഷ്മിയുടെ രാജി. സിനിമാ സംഘടനകളായ ഫെഫ്കയും താരസംഘടനയായ അമ്മയും വേട്ടക്കാർക്കൊപ്പമാണ് എന്ന് നിലകൊള്ളുന്നതെന്ന് ഭാഗ്യലക്ഷ്മി ആരോപിച്ചു. അതിജീവിതയോടല്ല സംഘടനകൾക്ക് കൂറെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് കടുത്ത തീരുമാനമെടുത്തതെന്നും ഇനി ഒരു സിനിമാ സംഘടനയിലും പ്രവർത്തിക്കാനില്ല എന്നും ഭാഗ്യലക്ഷ്മി പ്രഖ്യാപിച്ചു. കീഴ്ക്കോടതി വിധി വന്നയുടൻ ദിലീപിനെ തിരിച്ചെടുക്കാൻ സംഘടനകൾ കാണിച്ച ആവേശത്തെ ശക്തമായി വിമർശിച്ച ഭാഗ്യലക്ഷ്മി സിനിമാ ലോകത്തോടുള്ള തന്റെ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഭാഗ്യലക്ഷ്മി രാജിക്കാര്യം അറിയിച്ചത്. ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ: ഇന്നലെ അതിജീവിതയുടെ കേസിൽ ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിനെ കീഴ്ക്കോടതി വെറുതെ വിട്ടപ്പോൾ അതൊരു കീഴ്ക്കോടതിയാണ് എന്നും ഇതിനു മുകളിലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും അതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെ അല്ലെങ്കിൽ മനഃപൂർവ്വം 8 വർഷമായി അയാളെ ആർക്കൊക്കെയോ വേണ്ടി പുറത്താക്കുന്നത് പോലെ പുറത്താക്കുകയും 8 വർഷങ്ങൾക്ക് ശേഷം ആ നിമിഷം തന്നെ അയാളെ തിരിച്ചെടുക്കുകയും ചെയ്യാൻ കാണിച്ച ഒരു ആവേശം നമ്മൾ എല്ലാവരും കണ്ടു. സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ വ്യക്തിപരമായ അപമാനമാണ് തോന്നുന്നത്. കാരണം ഇത് വെറും കീഴ്ക്കോടതി വിധി മാത്രമാണ്. ഇതിനു മുകളിൽ ഇനിയും കോടതിയുണ്ട്. ഇനിയും ഇവിടെ പലതും പറയാനുണ്ട്, തെളിയിക്കാനുണ്ട്. ഈ കോടതി മുഴുവനും കേട്ടിട്ടില്ല, അവള് കേട്ടിട്ടില്ല, അവൾക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, പലരുടെയും ഇടപെടലുകൾ, പല രീതിയിലുള്ള സ്വാധീനങ്ങൾ എല്ലാം ഈ കേസിലുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. ചോറുണ്ണുന്ന എല്ലാവർക്കും അത് വ്യക്തമാണ്. എത്രയോ ന്യായാധിപന്മാർ, എത്രയോ അഡ്വക്കേറ്റ്മാർ, എത്രയോ പോലീസ് ഓഫീസർമാർ, നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എല്ലാവരും പറയുന്നു അയാളുടെ പണമാണ്, അയാളുടെ പണവും സ്വാധീനവുമാണ് അയാളെ സംരക്ഷിച്ചതും രക്ഷപ്പെടുത്തിയെടുത്തതും എന്ന്. അപ്പോൾ സിനിമാ ലോകം അയാളെ രണ്ടും കൈയും നീട്ടി സ്വീകരിക്കുന്നു. അമ്മ എന്ന സംഘടനയിൽ സ്ത്രീകൾ മുൻനിരയിൽ വന്നപ്പോൾ കുറച്ച് സ്ത്രീകളെങ്കിലും ആശ്വസിച്ചു. സ്ത്രീകൾ മുൻനിരയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പോയി പറയാൻ ഒരിടം ഉണ്ടല്ലോ എന്ന്. പക്ഷെ ഞങ്ങൾ സ്ത്രീകളോടല്ല, വേട്ടക്കാരോടൊപ്പമാണ് എന്ന രീതിയിലുള്ള അവരുടെ പ്രവർത്തനവും പ്രക്രിയകളും നമ്മൾ കണ്ടു. അതിലെനിക്ക് അത്ഭുതമില്ല. കാരണം അവരുടെ പ്രവർത്തികൾ അല്ല അവർ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്. അവർക്ക് പിന്നിൽ നിന്ന് ശബ്ദം കൊടുക്കുന്നവരുടെ വാക്കുകളാണ് അവർ പറയുന്നത്. മറ്റൊരു സംഘടനയായ ഫെഫ്ക രൂപീകരിക്കുമ്പോൾ ഞാൻ അവരോടൊപ്പം നിന്നു ഒരു വ്യക്തിയാണ്. ജോയിന്റ് സെക്രട്ടറിയായും മറ്റു ചുമതലകളിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഈ കഴിഞ്ഞ ഇടക്കാലങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞു അവരും വേട്ടക്കാരോടൊപ്പം തന്നെയാണെന്ന്, അതിജീവിതമാർക്കൊപ്പം അല്ല എന്ന്. ഇത് ഇന്നലെ കുറെ കൂടി വ്യക്തമായി. ഞാൻ ഉൾപ്പെടുന്ന സംഘടനയുടെ നേതാക്കന്മാരെങ്കിലും സുപ്രീം കോടതി വിധി വരും വരെ കാത്തിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് തെറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇനി മലയാള സിനിമയിൽ ഒരു സംഘടനയിലും ഞാൻ അംഗമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിനി ഇവരോടൊപ്പം സഞ്ചരിക്കാനാകില്ല. ഞാൻ ആ സംഘടനയിൽ അംഗമായി തുടർന്നാൽ ഈ വേട്ടക്കാരൻ ആ സംഘടനയിലെ അംഗമാണ്. വേട്ടക്കാരനെ സംരക്ഷിച്ച പലരും ആ സംഘടനയിൽ അംഗങ്ങളാണ്, അതിന്റെ പ്രതിനിധികളാണ്, അതിന്റെ ഭരണകർത്താക്കളാണ്. എനിക്ക് എങ്ങനെയാണ് അവരോടൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുക? എനിക്ക് എങ്ങനെയാണ് അവിടെ കുറ്റബോധമില്ലാതെ ഇരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഞാൻ ആ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തന്നെ തീരുമാനിച്ചു. മുൻപൊരിക്കൽ അയാളെ വെച്ച് ഈ സംഘടനയുടെ സെക്രട്ടറി ഒരു സിനിമ ചെയ്തപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതായിരുന്നു ഇത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന്. പക്ഷെ അന്ന് അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്തു. അന്ന് ഞാൻ എന്റെ രാജിക്കത്ത് കൊടുത്തിരുന്നു. പിന്നീട് എന്റെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ആവശ്യപ്രകാരം ചേച്ചി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വഴി നടത്താൻ ഒരാളില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ആ സംഘടനയുമായി സഹകരിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ഈ അനീതിക്ക് കൂട്ടു നിൽക്കരുത്. ഞാൻ ഇനി ഇവരോടൊപ്പം സഞ്ചരിച്ചാൽ അത് ഞാൻ എന്നോട് ചെയ്യുന്ന ഒരു തെറ്റാണ് എന്ന്, ഞാൻ അതിജീവിതയോട് കാണിക്കുന്ന തെറ്റാണെന്ന്. 2 വള്ളത്തിൽ കാല് വെക്കാൻ എനിക്കറിയില്ല, ഇരട്ട നിലപാടെടുക്കാനും എനിക്കറിയില്ല.
പണ്ടാരോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു റേപ്പ് നടക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് നീതിയോടൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ അനീതിയോടൊപ്പം നിൽക്കാം, അല്ലാതെ രണ്ടിനോടൊപ്പവും നിൽക്കാൻ നമുക്ക് കഴിയില്ല എന്ന്. ഈ പറയുന്ന അമ്മ എന്ന സംഘടനയിലെ ഭാരവാഹികളോ ഫെഫ്ക എന്ന സംഘടനയിലെ ഭാരവാഹികളോ അവൾക്ക് ഈ ദാരുണമായ സംഭവം നടന്നപ്പോൾ അവളെ ഒന്ന് പോയി കാണാനോ അവളെ ആശ്വസിപ്പിക്കാനോ തയ്യാറായില്ല. എന്നിട്ട് ഇവരെല്ലാവരും ഞങ്ങൾ അവളോടൊപ്പം ആണ് എന്നും അവനോടൊപ്പമാണ് എന്നും പറഞ്ഞവരാണ്. അങ്ങനെ ഒരു നിലപാടുണ്ടോ? നമുക്ക് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പോലും രണ്ട് പാർട്ടിയിലും അംഗമാണ് എന്ന് പറയാൻ പറ്റുമോ? ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം തെറ്റിനോടൊപ്പവും ശരിയോടൊപ്പവും സഞ്ചരിക്കാൻ പറ്റുമോ? ഇയാൾ തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനിക്കാൻ ഇനിയും ഇവിടെ ഉണ്ട് രണ്ട് കോടതികൾ. അതെല്ലാം മറന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ രണ്ടും സംഘടനകളും പ്രവർത്തിക്കുന്നത് എന്ന് ഓർക്കുക.